മോനെ ആകാശേ, നിന്നെപ്പോലെ ഒരു 100 പേരെ ഡെയിലി കാണുന്നവരാ ഞങ്ങൾ. ഊക്കിത്തരം നിന്റെ കയ്യിൽ വെച്ചാൽ മതി. കളിക്കാതെ കാര്യം പറടാ. പൊന്നു സാറേ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇതിൽ കൂടുതൽ ബന്ധങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല. എന്നെ വിശ്വസിക്കുന്നു. എടാ പുന്നാര മോനെ, IT കമ്പനിയിലെ HR പോസ്റ്റിലേക്ക് ഇന്റർവ്യൂവിന് കൊണ്ട് നിർത്തിയതല്ല നിന്നെ. ഒരു പെണ്ണിനെ കൊന്ന കുറ്റത്തിനേ പോലീസ് പിടിച്ചുകൊണ്ട് വന്നതാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇന്ന് ഇവിടുന്ന് പോകില്ല. ജെസ്സി മരിക്കുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുമ്പ്, അതായത് രാത്രി 1 മണിക്ക്, അവൾ അവസാനമായി ചാറ്റ് ചെയ്തതും വീഡിയോ കോൾ സംസാരിച്ചതും നിന്റെ നമ്പറിലേക്കാണ്. ഇത് നീ ജെസ്സിക്ക് ലാസ്റ്റ് അയച്ച മെസ്സേജ്. രാത്രി വരാൻ എനിക്ക് പേടിയാ, എന്നാലും എന്റെ ചക്കരയ്ക്ക് വേണ്ടി ഞാൻ വരാം. വരുമ്പോൾ ഞാൻ അത് കൊണ്ടുവരാം. ഏതാടാ ഈ അത്? രണ്ട് മാസം മുമ്പാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ട് ജെസ്സി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ആദ്യമൊന്നും ജെസ്സിയുടെ മെസ്സേജിന് ഞാൻ മറുപടി കൊടുത്തിരുന്നില്ല. കാരണം എൻ്റെ കുടുംബമാണ് എനിക്കെല്ലാം. ഇനിയും ഒരു 100 വർഷം എനിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പറയുന്ന എൻ്റെ ഭാര്യ. എപ്പോഴും അച്ഛനാണ് ഹീറോ എന്ന് പറഞ്ഞെടുക്കുന്ന 4 വയസ്സായ എൻ്റെ മകൾ. ഇവരെയൊക്കെ മറന്നിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ വേറൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുന്നത്? അപ്പൊ ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ നീ അവിഹിതം ഉണ്ടാക്കിയാനെ അല്ലേ? ജെസ്സി എനിക്കൊന്നും മെസ്സേജ് അയക്കുമായിരുന്നു. ജെസ്സിയുടെ ഭർത്താവ് UK ഒരു ബിസിനസ്മാനാണ്. കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും അവർക്ക് കുട്ടികളൊന്നും ആയില്ല. അതിന് എന്നും മെസ്സേജ് ചെയ്യുന്നതുകൊണ്ടാണോ? ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളത് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. കാണാൻ വരാതെ പറഞ്ഞ ദിവസം എനിക്ക് പോകാനും പറ്റിയില്ല. കാരണം അന്ന് എൻ്റെ മകൾക്ക് പനിയായിരുന്നു. രാത്രി ആയപ്പോൾ പനി കൂടി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നു. പിറ്റേന്ന് രാവിലെയാണ് ജെസ്സി മരിച്ച് ഞാൻ അറിയുന്നത്. സാറേ, ഇവരെ സിനിമാക്കാരുടെ തോന്നുന്നത് ഈ ചെറിയ സമയത്തിൽ ഇത്രയും നല്ല കഥ ഇവരുണ്ടാക്കി. സാറേ കൊള്ളാലോടാ നീ. ഹലോ സാറ്, ലിസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം ഇറ്റ് വാസ് എ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഞാൻ വിളിക്കാം. മിസ്റ്റർ ആകാശ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇതെല്ലാം മോശമാണെന്ന് പറയുന്നില്ല. പക്ഷെ മോശമാണ് പറയുന്നതും ചെയ്യുന്നതെന്നും കൂടി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനും കൂടി നോക്കണം. ഒരുപക്ഷെ രഹസ്യമായി നമ്മൾ അയക്കുന്ന പല മെസ്സേജും നാളെ പല കാരണങ്ങളിൽ പരസ്യമായേക്കാം. അന്ന് നഷ്ടപ്പെടുന്നത് സ്വർഗമെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കുടുംബം തന്നെയാവും. തൽക്കാലം ആകാശിന് പോകാം.